എനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെ അതിൽ നിങ്ങളുടെ സംഘടനയ്ക്ക് അപ്പുറത്ത് കുറച്ച് ക്രൈം സ്വഭാവം അല്ലെങ്കിൽ അതിനൊരു ആന്റി സോഷ്യൽ സ്വഭാവമുണ്ട്. എനിക്ക് തിരിച്ചും പറയാൻ അതന്നെ ഉള്ളത്. എന്നെ പോലീസ് സ്റ്റേഷനിൽ, തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ എന്നെ കയറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഗൂഢാലോചന ഉണ്ട്. ആ ഗൂഢാലോചന എല്ലാവരും തെളിയിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇസ്ലാമിലേക്ക് ടിനി ടോം എന്ന് പറഞ്ഞ ചേട്ടന്റെ ഡ്രൈവറെയും ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെയും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തു എന്നാണ് പറഞ്ഞത്. അടുത്തത് ആരോപണം. പിന്നെ അവിഹിത കഥകളുടെ ഘോഷയാത്ര. വളരെ ഗുരുതരമായിട്ടുള്ള കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാ. പെട്ടെന്ന് ഒരു ദിവസം എന്റെ പേര് അൻസിബ ഹസൻ എന്നായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോ പെട്ടെന്ന് എന്താ ഫീൽ ചെയ്യാൻ? കേസ് കൊടുക്കുന്നത് ഇതൊന്നുമല്ല എന്റെ പ്രശ്നം. ഞാൻ ഇവരൊക്കെ കൂടെ ആയിരുന്നല്ലോ ഇത്ര നാൾ വർക്ക് ചെയ്തത്. എന്നെ അങ്ങനെയാണോ കണ്ടതെന്നല്ലേ ഞാൻ ചിന്തിക്കുക. ഞാൻ ഇത്രയും നാള് അവസാനം ഞാൻ റിസൈൻ ചെയ്ത ദിവസം ഞാൻ ശ്വേത ചേച്ചിക്ക്, പ്രസിഡന്റിന് ഞാൻ വാട്സപ്പിലിട്ടു ഈ നോട്ട്, ഞാൻ ജോലി തിരക്ക് കാരണം റിസൈൻ ചെയ്യാണെന്ന്. സെക്രട്ടറി കുക്കു പരമേശ്വരൻ ചേച്ചിക്കും ഞാൻ ഇട്ടു. പിന്നെ അമ്മയുടെ ഒഫീഷ്യൽ മെയിലിലേക്കും ഞാൻ ഇട്ടു. എന്നെ വിളിച്ച് ചോദിച്ചത് സെക്രട്ടറിയാണ്, ശരിക്കും എന്താണ് റീസൺ. അപ്പം ഞാൻ ചേച്ചിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് സെക്രട്ടറി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അൻസിബ ഈ റീസൺ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നു. ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി, എനിക്കിനി വയ്യ, ഞാൻ ഒന്നിനുമില്ല. ഞാൻ അവിടുന്ന് പോയി കഴിഞ്ഞാൽ സമാധാനമാവുമല്ലോ, തീർന്നല്ലോ, കഴിഞ്ഞു. ഞാൻ അത്രേ വിചാരിച്ചു. നോക്കാം, വരുമോ വരൂല. ഞാനിപ്പോ അങ്ങനെയൊക്കെ പറയാൻ എങ്ങനെയാ തോന്നുന്നത്? ഒന്ന് ആലോചിക്കുക, എന്ത് സില്ലിയാ. അതെ, എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഗൂഢാലോചന നടത്തുന്ന ഒരാളായിട്ട് തോന്നുന്നു. ഞാൻ മമ്മൂക്കാക്കും ലാലേട്ടനും എന്റെ ഈ കഴിഞ്ഞ ലാസ്റ്റ് EC കൂടിയപ്പോഴാണ് എന്റെ രാജി പ്രസിഡന്റ് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് പത്രക്കുറിപ്പൊക്കെ ഇറക്കിയത്. അപ്പൊ ആ സമയത്ത് ഞാൻ മമ്മൂക്കക്ക് ലാലേട്ടന് ഞാൻ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പോണത്, നിങ്ങൾ അറിയണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നിനും വേണ്ടിയല്ല, അവരറിയണം. എനിക്ക് അയച്ചു, ഭയങ്കര സങ്കടം ഉണ്ടെന്ന് അയച്ചു. രാജിവെച്ച ശേഷം ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അതിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഗൂഢാലോചന നടത്താൻ മാത്രം വലിയ ആളാണോ ഞാൻ? ഇതാണ് എല്ലാ സ്ഥലത്തെയും പ്രശ്നം. ഞാന് നമ്മുടെ കുടുംബസംഗമത്തിന്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഒരു മതസ്ഥാപനത്തിനും കൊടുക്കരുത് എന്ന് പറഞ്ഞ ആ സമയം തൊട്ട് ഞാൻ വർഗീയവാദിയാണ്. ആ സമയം തൊട്ട് അത് ഞാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന്റെ ഒരാഴ്ചക്കകത്താണ് തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ വ്യാജ പരാതി പോയത്. ഇത്രയൊക്കെ നടക്കുമ്പോൾ ഗൂഢാലോചന ഏത് ഭാഗത്തുനിന്നാണ് വന്നത് എന്ന് തിരിച്ചും ചിന്തിക്കാവുന്നതാണ്. ഇനിയിപ്പോ ഞാൻ ഇതൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഇനി ഞാൻ ഫ്യൂച്ചറിൽ എന്തൊക്കെ അനുഭവിക്കാൻ പോകണമെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ അവിടെ നിന്നിട്ട് എനിക്കറിയില്ല. അല്ലെങ്കിലും ഇപ്പം ദൃശ്യത്തിൽ മാത്രം കാണുന്ന ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ട്രോൾ വരാറുണ്ട്. എനിക്ക് ചെറിയ കുഞ്ഞു വർക്കുകളൊക്കെ കിട്ടാറുണ്ട്. അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ സർവൈവ് ചെയ്യുന്നത്. പക്ഷെ ദൈവം സഹായിച്ച് എന്തെങ്കിലുമൊക്കെ വർക്ക് കിട്ടാറുണ്ട്. പിന്നെ ഞാൻ അഭിനയിക്കുന്ന എല്ലാ സിനിമ എല്ലാവരും കാണാറൊന്നുമില്ല എന്നുള്ളതിൽ ഇപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊന്നുമില്ല. എന്നെ പറ്റി ഇത് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് അറപ്പ് വന്നു, സത്യം പറഞ്ഞാൽ. അതാണ് നമ്മളെല്ലാരും കൂടെ ഇപ്പം ഇവിടെ നിൽക്കുന്ന നമ്മളാരും പേര് പോലും ചോദിച്ചിട്ടില്ല. അങ്ങനെയല്ലേ നമ്മൾ നിൽക്കണത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അത് ഒരു സ്ത്രീയെ തകർക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി വേ എന്ന് പറഞ്ഞാൽ മോറൽ സൈഡ് പറയാന്നുള്ളതാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് പിന്നെന്താ പറയാൻ പറ്റുക? അപ്പൊ നോക്കിയപ്പോൾ ചിലപ്പോൾ കിട്ടിയത് അതായിരിക്കാം, അങ്ങനെ പറഞ്ഞതായിരിക്കാം. നിഷേധിക്കാലോ, നിഷേധിച്ചോട്ടെ. എനിക്കെന്തിനാ? എന്നെക്കാൾ ഇത്രയും വർഷം മുമ്പ് വന്ന ഒരാളോട് എനിക്കെന്തിനാണ് ആശങ്ക? അദ്ദേഹം എന്നെക്കാൾ എത്രയോ സീനിയറാണ്. ആ കമ്മിറ്റിയിൽ ഇരിക്കുന്നതിൽ പ്രായം കൊണ്ടാണെങ്കിലും വർക്ക് കൊണ്ടാണെങ്കിലും ഒക്കെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരാൾ ഞാനാണ്. അത് പറയുമ്പോൾ ഉള്ള ഫീലിങ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോഴത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ എന്നോട് ഡയറക്റ്റ് അല്ല പറഞ്ഞത്, അദ്ദേഹം പല മെമ്പേഴ്സിനോടും ഒക്കെയാണ് പറഞ്ഞത്. അവരെല്ലാവരും സാക്ഷി പറയാൻ വരുമോ എന്നൊന്നും എനിക്കറിയില്ല. അതിൽ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള നീന കുറുപ്പ് ചേച്ചി അത് കേട്ടിട്ടുണ്ട്. ചേച്ചി എന്നോടത് പറഞ്ഞിട്ടുണ്ട്. നീന ചേച്ചി എന്നോടത് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളോട് ഫോൺ വിളിച്ച് സംസാരിക്കാൻ പോലും തോന്നുന്നു. അമ്മയുടെ ജനറൽ സെക്രട്ടറിയെ വിളിച്ചിരുന്നോ?
ഞാൻ രാജിവെച്ച സമയത്ത് ഞാൻ ഫെബ്രുവരി 21-ന്, അതായത് ഞങ്ങളുടെ അമ്മ കുടുംബസംഗമം കഴിഞ്ഞ് ഒരാഴ്ച എങ്ങാണ്ട് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു, കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓർമ്മയില്ല. ഞാൻ രാജിവെച്ച ഡേറ്റ് ഫെബ്രുവരി 21. അന്ന് ഞാൻ രാജിവെച്ചപ്പോൾ എനിക്ക് വയ്യ ഇനി ടോളറേറ്റ് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി 3 മണിക്കൂർ ഇരുന്ന്. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ പോയിട്ടിരിക്കുന്നത്. ഇല്ല. അപ്പൊ ഞാൻ രാജി വെച്ചപ്പോ അതിലിട്ട് ചെറിയ നോട്ടാ, എനിക്ക് വ്യക്തിപരമായ കാരണങ്ങളും ജോലി തിരക്കും ഉള്ളതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു.